അളിയനായി പോയി ഇല്ല മുട്ടുകാലി കയറ്റിയ ഞാൻ. ഇപ്പൊ മനസ്സിലായില്ലേ നീ ഉദ്ദേശിക്കുന്ന ഹരിവനല്ലാന്ന്? മനസ്സിലായി. ഞാൻ അന്വേഷിക്കുന്ന ഹരി ഇത് തന്നെയാണ്. നീ ഇതെവിടേക്കാ? വെറുതെ അവന്റെ ചടുക്ക് പിടിക്കല്ലേ. എന്റെ അളിയനായതുകൊണ്ട് പൊക്കി പറയല്ല, മഹാതണ്ടിയാണവൻ. എനിക്ക് കണ്ടേ പറ്റൂ. അനി വേണ്ട, നിക്ക്. പോട്ടടാ, പോയി അന്തസ്സായിട്ട് മരിച്ചിട്ട് വരട്ടെ. ഹരി, हरी नहीं, हरिंदर सिंह। ഞങ്ങൾ पंजाबिകൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് അഭിമാനം. और तू मुझे बुला सकता है मल्लू सिंह. सत श्री अकाल। हरिंदर कहाँ है? इतना टाइम हो गया, ढाबा पे नहीं गया अभी तक? ഇന്ന് പിള്ളേരുമായിട്ട് പുറത്തു പോകാനിരിക്കുക, ഡ്രസ് എടുക്കാൻ. ഉത്സവമല്ലേ വരുന്നത്? അത് നന്നായി. പക്ഷെ അവനെ കണ്ണു കെട്ടി വിടണം, ഇല്ലെങ്കിൽ പിള്ളേരെ ആരെങ്കിലും നോക്കും, അവന്റെ സ്വഭാവവും മാറും. അവൻ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോ ഉള്ളില് തീയ. എന്റെ ഉശിരാവന് കിട്ടിയിരിക്കുന്നത്. സസ്രീകൽ ബാബുജി. സസ്രീകൽ ബേട്ട, നീ ഇന്ന് കടയിൽ പോകുന്നില്ലേ? പോണം. അതെങ്ങനെയാ? ടൗണിൽ പോണെന്ന് പറഞ്ഞ അവളുമാരെ വളഞ്ഞിരിക്കല്ലേ. പിന്നെ പപ്പൻ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട, കടയിലെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളൂ. എനിക്കെന്തോ അവൻ അത്ര വിശ്വാസം പോരാ, ഒരു കള്ള ലക്ഷണമുണ്ട്. ബാബുജി പപ്പനെ വിശ്വസിക്കാം, നല്ലവനാ. ഇവരെയൊക്കെ സ്വന്തം പെങ്ങന്മാരെ പോലെ കരുതുന്നേ. ഇന്നലെ തന്നെ നീതുവിനൊരു പ്രശ്നം വന്നപ്പോ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ശ്വേത, എന്ത് കോലമാടിയത്? ഇത്തിരി വൃത്തിയുള്ള എന്തെങ്കിലും ഇട്ടൂടെ നിനക്ക്? ഒന്ന് തരിഞ്ഞ ഒരു ട്രെൻഡ്. അമ്മേ സമയം പോണു. നന്നായിട്ടൊന്ന് ഡ്രസ് സെലക്ട് ചെയ്യാനുള്ള സമയം കൂടി കിട്ടില്ല. കേറിക്കോ. അമ്മ ഗുളി കഴിക്കണം, ഇന്നലത്തെ പോലെ മറക്കരുത് കേട്ടോ. ശരി മോനെ. നീ കടയിൽ കയറില്ലേ? കേറിട്ടേ പോവുള്ളൂ. പേടിക്കണ്ടടി, എല്ലാ കടയിലും കയറി നിറങ്ങാനുള്ള സമയമുണ്ട്. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽ അളക്കുമ്പോ ബീഡി വലിക്കരുത്. ബീഡി അളക്കുമ്പോ പാല് വലിക്കാം. തറുതല പറയുന്നടാ. ഈ അവന്റെ അനിയനാണെന്ന് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെളി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയന ഹരി അന്വേഷിച്ച് വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. നല്ല അനിയനാ, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു. അതാ ശ്വേത, നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അതാ എന്റെ പൂജ.
ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അനിയനല്ലെങ്കിലും ഞാൻ നിനക്ക് ഒരെണ്ണം തന്നു. നമ്മുടെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. നോക്കടാ, അവന്മാര് വായും കീറി കറങ്ങുന്ന കണ്ട. മല്ല് കണ്ട ഇന്ന് ഇവിടെ തീ പാറും. ശ്വേത ഭയ്യ ബസ് ബസ് വേഗം വാ. പോട്ടെ. ഇവനാരടാ? ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ? ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. നീ ആ പെൺകുട്ടികളെ കണ്ടില്ലേ? അവനും അവരും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെയല്ലേ ഇരിക്കുന്നത്? അവന്റെ അതേ കണ്ണുകൾ, അവന്റെ അതേ മൂക്കുകൾ. വേറൊന്നും അവനെ പോലെ ആകാതിരുന്നാ മതിയായിരുന്നു. സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അധികം നീ ഉദ്ദേശിക്കണ്ട. അതല്ലടാ, ഇവൻ ഇവിടെ വെറുതെ നിന്ന് ജീവിതം പാഴാക്കണ്ടെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, നീ എന്റെ കൂടെ കുടിക്കോ, ഞാൻ പഞ്ചറൊട്ടിക്കാൻ പഠിപ്പിക്കാം. ഒട്ടിക്കാനല്ല, പിന്നെ ഒട്ടാൻ. ഒട്ടാനാ? നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിപ്പിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. എന്ത്? ഒട്ടുക. അവളുമായിട്ട്, ആ പൂജയുമായിട്ട്. എന്തിന്? ഒട്ടുപാല് ചവിട്ടി വലിക്കുന്ന പോലെ മല്ലു ഇവനെ ചവിട്ടി വലിക്കുന്നത് കാണാനോ? പോടാ, പോടാ. അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചൊറിച്ചില്ല. എടാ, അവളെ, ആ പൂജയെ നീ വളയ്ക്കണം. എന്നിട്ട് അവളുടെ മനസ്സിന്റെ താക്കോല് നീ നിന്റെ കൈവെള്ളയിൽ വാങ്ങണം. എന്തിന്? നീ പറയുന്ന പോലെ മല്ലുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അവളിലൂടെ നീ അതങ്ങ് തുറന്നെടുക്കണം. അതെങ്ങനെ? 24 മണിക്കൂറും തലയിൽ പന്തവും ചുറ്റി കൂടെ നടക്കുകയല്ലേ ആങ്ങളെന്നും പറഞ്ഞു. മോനെ, അനിമോനെ, അതിന് മാർഗമുണ്ട്. അടുത്ത ആഴ്ച ഇവിടെ ബൈസാക്കി ഉത്സവം തുടങ്ങും. അന്ന് ഈ മല്ലു സ്ട്രീറ്റിന് ഉറക്കമില്ല. രാപകലില്ലാതെ എല്ലാവരും മതി മറന്ന് ആഘോഷിക്കുന്ന സമയം. നിനക്കറിയോ, അങ്ങനെ ഒരു ഉത്സവത്തിനാ ഞാൻ എന്റെ ശ്വേതയെ വളച്ചത്. നീയും എന്നെ പോലൊരു മിടുക്കനാ. നിനക്ക് അതിന് സാധിക്കും. ਹੁਣ ਤੇ ਆਜਾ ਸਜਣਾ ਤੇਰੀ ਯਾਦ ਸਤਾਵੇ ਢੋਲੀ ਢੋਲ ਬਜਾਵੇ ਗੀਤ ਖੁਸ਼ੀ ਦੇ ਗਾਵੇ